നമസ്കാരം, എല്ലാവർക്കും ഫ്രണ്ട്സ് കോർണർ ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ +1 സെറ്റ്സ് എന്ന് പറയുന്ന പാഠത്തിലെ +1 മാത്തമാറ്റിക്സിൻ്റെ സെറ്റ്സ് എന്ന് പറയുന്ന പാഠത്തിലെ ടൈപ്പ് ഓഫ് സെറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് നേരത്തെ ഇതിനെ പറ്റിയൊരു ധാരണയുള്ള സ്ഥിതിക്ക് നമുക്കത് പെട്ടെന്ന് എന്താണെന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം കൂടുതൽ എക്സാമ്പിളുകളും ചോദ്യങ്ങളും നമുക്ക് ചെയ്യാം. സോ സെറ്റ് എന്താണ്? സെറ്റ് എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. അപ്പോൾ സെറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. അതിനുശേഷം സെറ്റിനകത്ത് ഒരു എലമെൻറ്റിനെ എങ്ങനെ കാണിക്കുന്നു, സെറ്റിനകത്ത് ഒരു എലമെൻറ്റ് അല്ലാതാവുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സെറ്റുകളുടെ ടൈപ്പുകൾ നോക്കാം. സെറ്റുകളുടെ ടൈപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് എം ടി സെറ്റാണ്. അപ്പോൾ എം ടി സെറ്റ് എന്ന് പറയുമ്പം അത് ആ പേരിൽ തന്നെയുണ്ട്. ആ സെറ്റിനകത്ത് എലമെൻറ്റ്സ് ഒന്നും തന്നെ കാണില്ല. അപ്പോൾ നമ്മൾ സാധാരണ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് എലമെൻറ്റിനെ കാണിക്കും. അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം ആണെന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റ് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക് കാണിക്കും. ശരിയല്ലേ? അപ്പോൾ യാതൊരു എലമെൻറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ശൂന്യമായിട്ട് ഇട്ടേക്കണം. അതാണ് എം ടി സെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ഫൈ എന്നുള്ള രീതിയിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതാണ് എം ടി സെറ്റ്, നൾ സെറ്റ്, വോയിഡ് സെറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സിംഗിൾട്ടൺ സെറ്റ് എന്താണ്? സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിനകത്ത് ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. ബ്രാക്കറ്റിനകത്ത് ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതാണ് സിംഗിൾട്ടൺ സെറ്റ്. അപ്പോൾ ഞാൻ ഈ എഴുതുന്ന എല്ലാം സിംഗിൾട്ടൺ സെറ്റാണ്. നിങ്ങളൊന്നും നോക്കണ്ട, ആ ബ്രാക്കറ്റ് എഴുതിയിട്ട് അതിനകത്ത് ഒരു എലമെൻറ്റ് മാത്രമേ വരുന്നോളെന്നോണം നോക്കിയാൽ മതി. ഇത് ആദ്യത്തെ സെറ്റിനകത്ത് എ മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ സെറ്റിൽ 0 ഉള്ളൂ, മൂന്നാമത്തെ സെറ്റിൽ 5 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആക്കി എഴുതിയേക്കുക. സോ ഇതെല്ലാം നമുക്ക് എന്ത് പറയാം? സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയാം. ഇനി എന്താണ് ഫൈനൈറ്റ് സെറ്റ്? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുമ്പം സെറ്റ് എ ബി സി ഇങ്ങനൊരു സെറ്റ് എഴുതുന്നു. സെറ്റിനകത്ത് എത്ര എലമെൻ്റ് ഉണ്ടെന്ന് നമുക്ക് കൃത്യമായി എണ്ണാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. അപ്പോൾ ഒരു സെറ്റിലെ എലമെൻറ്റുകളുടെ ആ ഒരു എണ്ണത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? സെറ്റിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ എഴുതിയ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് എ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാർഡിനാലിറ്റി n ഓഫ് എ എന്ന് പറയുന്നത് എന്ത് വരും? 3 വരും. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റിൻ്റെ കാർഡിനൽ നമ്പർ, ഇത് കാർഡിനാലിറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയണം. അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമുക്ക് ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. നമുക്ക് എലമെൻറ്റ്സ് ഇല്ലാത്ത സെറ്റും ഫൈനൈറ്റ് സെറ്റ് ആവുമല്ലേ? ആവും. കാരണം എന്താണ്? അതിനകത്ത് എലമെൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കാർഡിനാലിറ്റി ഓഫ് ദാറ്റ് സെറ്റ് എന്ന് പറയുന്നത് 0 എന്ന് എഴുതാം. സോ അതാണ് ഫൈനൈറ്റ് സെറ്റ്. സോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇൻഫൈനൈറ്റ് സെറ്റിന് ഉദാഹരണമാണ് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ്, പിന്നെ റിയൽ നമ്പറിൻ്റെ സെറ്റ്. ഇതെല്ലാം ഇൻഫൈനൈറ്റ് സെറ്റിന് ഉദാഹരണമാണ്. അതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് കൃത്യമായി എണ്ണാൻ സാധിക്കുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള സെറ്റുകളാണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇക്വിവാലൻ്റ് സെറ്റ്? ഇക്വിവാലൻ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എ ബി സി നമ്മൾ എഴുതി, ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് 1 2 3 എന്ന് എഴുതി. സോ എയുടെ കാർഡിനാലിറ്റി n ഓഫ് എ എന്ന് പറയുന്നത് നമുക്കറിയാം എന്ത് വരും? 3 വരും. ബിയുടെ കാർഡിനാലിറ്റി n ഓഫ് ബി എന്ന് പറയുന്നത് എന്ത് വരും? 3 വരും. സോ ഈ രണ്ട് സെറ്റുകളുടെയും എന്ത് തുല്യമാണ്? കാർഡിനാലിറ്റി തുല്യമാണ്. എയുടെയും ബിയുടെയും കാർഡിനാലിറ്റി, അതായത് ഈ സെറ്റിലെ എലമെൻറ്റുകളുടെ എണ്ണം തുല്യമാണ്. എണ്ണം തുല്യമായതുകൊണ്ട് തന്നെ അതിനെ എന്ത് പേരിൽ വിളിക്കും? ഇക്വലൻ്റ് സെറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇക്വാലൻ്റ് സെറ്റ് എന്ന് വിളിക്കും. അപ്പോൾ രണ്ട് സെറ്റുകളുടെ എലമെൻറ്റുകളുടെ എണ്ണം തുല്യമാണെന്നുണ്ടെങ്കിൽ അത് ഇക്വാലൻ്റ് സെറ്റാവും. ഇനി എന്താണ് ഈക്വൽ സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു എ എന്ന് പറയുന്നൊരു സെറ്റ് എഴുതി. കണ്ടോ? എ എന്ന് പറയുന്നൊരു സെറ്റ് എഴുതി. ഞാൻ ശേഷം സി എന്ന് പറയുന്നൊരു സെറ്റ് എഴുതുവാണ്. സി എന്ന് പറയുന്ന സെറ്റ് ബി എ ഇങ്ങനെ എഴുതുവാണ്. സോ നിങ്ങൾ എ എന്ന് പറയുന്ന സെറ്റും സി എന്ന് പറയുന്ന സെറ്റും കൺസിഡർ ചെയ്യുമ്പോൾ എയിലെ എലമെൻറ്റുകളാണ് എ ബി സി, സിയിലെ എലമെൻറ്റുകൾ എ ബി സി ആവുന്നുണ്ട്. നമ്മളത് ഓർഡർ തിരിച്ച് സി ബി എ എന്ന് എഴുതിയതേ ഉള്ളൂ. പക്ഷേ എലമെൻറ്റുകൾ രണ്ടുപേരും ഈക്വലാണ്. ഇത് രണ്ട് ഈക്വൽ സെറ്റുകളാണ്. അപ്പം രണ്ട് സെറ്റുകൾ ഈക്വൽ ആവുന്നത് അതിലെ എലമെൻറ്റുകളും ആ എലമെൻറ്റുകളുടെ എണ്ണവും തുല്യമാകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് അതിനെ സിമ്പിളി എങ്ങനെ പറയാം? ഈക്വൽ സെറ്റ് എന്ന് പറയാം. അതായത് എ ഈക്വൽ ടു സി എന്ന് പറയാം. ഇനി നിങ്ങൾ എയും ബിയും നോക്കേ, ഇത് രണ്ടും ഈക്വൽ ആവുമോ? ഇല്ല. അതിൻ്റെ കാർഡിനൽ നമ്പർ ഈക്വലാണ്, പക്ഷേ അത് ഈക്വൽ അല്ല. അതുകൊണ്ട് അതെന്ത് സെറ്റാണ്? അൺഈക്വൽ സെറ്റാണ്. എ നോട്ട് ഈക്വൽ ടു ബി. എയും ബിയും ഈക്വൽ ആവില്ല, അതുകൊണ്ട് അത് അൺഈക്വൽ സെറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സെറ്റുകളെ പറ്റി പറയാം. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ ഓടിച്ച് നോക്കിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിളുകൾ നോക്കാം. അപ്പോൾ എം ടി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യമാണ്. അതിനകത്ത് ആരുമില്ല, എലമെൻറ്റ്സ് ഒന്നുമില്ല. അതിനെ ഇങ്ങനെ രണ്ട് ബ്രാക്കറ്റിനകത്ത് എലമെൻറ്റ്സ് ഒന്നും ഇല്ലാതെയോ അല്ലെങ്കിൽ 5 എന്നുള്ള രീതിയിലോ റെപ്രസെൻറ്റ് ചെയ്യും. അടുത്തത് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെൻറ്റ് മാത്രമുള്ള സെറ്റാണ്.
സെറ്റ് എ, സെറ്റ് 0, സെറ്റ് 5 എല്ലാം സിംഗിൾട്ടൺ സെറ്റിനകത്ത് വരും. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റിലെ എലമെൻറ്റ്സ് എത്രയുണ്ടെന്ന് നമുക്ക് കൃത്യമായി എണ്ണാൻ പറ്റണം. അതായത് അതിൻ്റെ കാർഡിനൽ നമ്പർ നമുക്ക് അറിയാൻ പറ്റണം. ഇവിടെ n(a) എന്ന് പറയുന്നത് 3 ആണ്. അതായത് എ എന്ന് പറയുന്ന സെറ്റിൽ 3 എലമെൻ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള സെറ്റുകളാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് കൃത്യമായി എലമെൻറ്റുകളുടെ എണ്ണം അറിയാൻ സാധിക്കാത്തത് വരുമ്പോൾ നമുക്കതിനെ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ഉദാഹരണത്തിന് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ്, റിയൽ നമ്പറിൻ്റെ സെറ്റ്, അതുപോലെ നമുക്ക് എന്ത് പറയാം, ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ്. ഇതെല്ലാം തന്നെ എന്താണ്, കൃത്യമായി എത്ര എലമെൻറ്റുകളുണ്ടെന്ന് നമുക്ക് നിർവചിക്കാനോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അത്തരത്തിൽ പറയുമ്പോഴും അത് ഇൻഫൈനൈറ്റ് സെറ്റ് ആവും. ഇനി ഇക്വാലൻ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, രണ്ട് സെറ്റുകളുടെ എലമെൻറ്റുകളുടെ എണ്ണം തുല്യമായാൽ മതി, അത് ഇക്വാലൻ്റ് സെറ്റ് ആവും. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം, എലമെൻറ്റുകളുടെ എണ്ണവും തുല്യമാവണം, എലമെൻറ്റുകളും തുല്യമാവണം. അപ്പോൾ രണ്ട് സെറ്റ് ഈക്വൽ ആകുമ്പോൾ അത് ഈക്വൽ സെറ്റ്. ഇനി അതങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അത് അൺഈക്വൽ സെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈപ്പ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ +1 ഫസ്റ്റ് ചാപ്റ്ററിനായ സെറ്റിനകത്ത് പഠിക്കുന്ന ടൈപ്പ് ഓഫ് സെറ്റുകൾ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമ്പിളുകൾ നോക്കാം. സോ നമ്മൾ നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ നോട്ടിനകത്ത് ഫസ്റ്റ് നമ്മൾ empty സെറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാനും പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ 2 നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ empty? ഇപ്പോൾ തന്നിരിക്കുന്ന 3 സെറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് empty സെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ സെറ്റ് നോക്കുക. എ എന്ന് പറയുന്ന സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. അതായത് എക്സ് നാച്ചുറൽ നമ്പറിൻ്റെ എലമെൻ്റ് ആണ്. എക്സ് <= 1. അപ്പോൾ ഞാൻ ആ സെറ്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണ്. എക്സാമ്പിളാണ്, നമ്മളിനി എക്സാമ്പിളുകളാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് നാച്ചുറൽ നമ്പർ, പിന്നെന്തായിരുന്നു തന്നിരുന്നത്, എക്സ് <= 1. എക്സ് <= 1. അപ്പോൾ ഈ സെറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. എന്ത് ഫോമിലാണ് തന്നിരിക്കുന്നത്, സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. സെറ്റിനെ എങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എക്സ് നാച്ചുറൽ നമ്പറിലെ ഒരു എലമെൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാച്ചുറൽ നമ്പറിലെ എലമെൻറ്റുകൾ 1, 2, 3, 4 അങ്ങനെ എഴുതി നമുക്ക് പോകാം. കാരണം ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. എക്സ് <= 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് <= 1. എക്സ് 1-ൽ താഴെയോ 1 ആവാം. അപ്പോൾ അത്തരത്തിൽ ഈ സെറ്റിൽ നിന്ന് ഏതൊക്കെ നമ്പർ എഴുതാൻ പറ്റും, ഒരു നമ്പറില്ലേ എഴുതാൻ പറ്റത്തുള്ളൂ, 1 മാത്രമല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് 1 ആണ്. ഇതൊരു സിംഗിൾട്ടൺ സെറ്റാണ്. എന്ത് സെറ്റാണ്, സിംഗിൾട്ടൺ സെറ്റാണ്. കാരണം ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് എന്ത് സെറ്റല്ല, നോട്ട് ആൻ empty സെറ്റ്. ഇത് empty ആണോ, empty സെറ്റല്ല. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത എക്സാമ്പിളിലോട്ട് പോവാം. ബി എന്ന് പറയുന്ന ഒരു സെറ്റ്. ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എക്സ് സച്ച് ദാറ്റ് 3x + 1 = 0. 3x + 1 എന്ന് പറയുന്നത് എന്ത് വരുന്നു, 0 വരുന്നു. എക്സ് എലമെൻ്റ് ഓഫ് നാച്ചുറൽ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ഇവർ പറഞ്ഞിരിക്കുന്ന പ്രത്യേകത, ബി എന്ന് പറയുന്ന ഒരു സെറ്റുണ്ട്. എക്സ് എലമെൻ്റ് ഓഫ് നാച്ചുറൽ നമ്പറാണ്. 3x + 1 = 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അതെ. അപ്പോൾ ഇതൊരു എന്ത് തരത്തിലുള്ള സെറ്റാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ റോസ്റ്റർ ഫോം എഴുതുക. റോസ്റ്റർ ഫോം എഴുതുമ്പോൾ നമുക്ക് 3x + 1 0 ആണ് തന്നിട്ടുണ്ട്. എക്സുകളാണ് ഇതിൻ്റെ എലമെൻ്റ് ആയിട്ട് വരുന്നത്. സോ 3x + 1 0 ആണെന്നുണ്ടെങ്കിൽ 3xനെ എങ്ങനെ എഴുതാം, -1 എന്ന് എഴുതാം. എക്സ് എന്ന് പറഞ്ഞാൽ -1/3 വരും. എക്സ് -1/3 ആണ്. എക്സ് എവിടുത്തെ എലമെൻ്റ് ആണ്, നാച്ചുറൽ നമ്പറിൻ്റെ എലമെൻ്റ് ആണ്. നമുക്കറിയാം -1/3 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫ്രാക്ഷനാണ്. അപ്പോൾ ഇത് എവിടുത്തെ എലമെൻ്റ് ആവില്ല, നാച്ചുറൽ നമ്പറിലെ എലമെൻ്റ് ആവില്ല. നോട്ട് ആൻ എലമെൻ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. അപ്പോൾ എന്തുകൊണ്ട് ഈ സെറ്റിനകത്ത് എലമെൻറ്റുകൾ ആരെങ്കിലും വരുമോ, വരത്തില്ല. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 5 ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതെന്ത് സെറ്റാണ്, നൾ സെറ്റാണ്, അല്ലെങ്കിൽ എന്ത് സെറ്റാണ്, വോയിഡ് സെറ്റാണ്, അല്ലെങ്കിൽ എന്ത് സെറ്റ് എന്ന് പറയാം, empty സെറ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊരു empty സെറ്റിന് ഉദാഹരണമാണ്. നമുക്കിനി അടുത്തൊരു എക്സാമ്പിളിലോട്ട് പോയാലോ. സി എന്ന് പറയുന്ന ഒരു സെറ്റ് 2 <= x <= 3, എക്സ് എലമെൻ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. എന്താണ് സെറ്റ് കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെയാണ്. സി എന്ന് പറയുന്ന ഒരു സെറ്റ് എക്സ് സച്ച് ദാറ്റ് 2 <= x <=
3 ഇതെല്ലാം തന്നെ സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. എക്സ് എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എക്സ് എവിടെ കിടക്കുന്നു, 2നും 3നും ഇടയിൽ കിടക്കുന്നു. 2നേക്കാൾ വലുതാണ്, 3നേക്കാൾ ചെറുതാണ്. അപ്പോൾ 2നേക്കാൾ വലുതും 3നേക്കാൾ ചെറുതുമായിട്ടുള്ളൊരു നാച്ചുറൽ നമ്പർ ഉണ്ടോ? അപ്പോൾ എക്സ് എവിടുത്തെ എലമെൻ്റ് അല്ല, നാച്ചുറൽ നമ്പറിലെ എലമെൻ്റ് അല്ല. പക്ഷേ സെറ്റ് എങ്ങനെ എഴുതാവൂ? എക്സ് നാച്ചുറൽ നമ്പർ എലമെൻ്റ് ആവണം, 2നും 3ക്കും ഇടയിലായിരിക്കണം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ ഉണ്ടോ, എണ്ണൽ സംഖ്യ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ഒരു എം ടി സെറ്റാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ കണ്ടതിനകത്ത് 3 എക്സാമ്പിൾ കണ്ടു. 3 എക്സാമ്പിളിൽ ഒരെണ്ണം സിംഗിൾട്ടൺ സെറ്റും ബാക്കി 2 എം ടി സെറ്റും വന്നു. നമുക്ക് എലമെൻ്റ് ആരെയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അത് എം ടി സെറ്റ് എന്ന് എഴുതിക്കോണം. ഇനി നമുക്കിനി സിംഗിൾട്ടൺ സെറ്റിലെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവർ പറഞ്ഞിട്ടുണ്ട് സെറ്റ് 0, സെറ്റ് 5, സെറ്റ് -7 അതെല്ലാം സിംഗിൾട്ടൺ സെറ്റാണ്. ഓക്കെ. എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 0, എക്സ് എലമെൻറ്റ് ഓഫ് ഇൻഡിജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സിംഗിൾട്ടൺ സെറ്റാണെന്ന് നോക്കിയാലോ? അപ്പോൾ ഇത്രയും എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്കിത് തറോ ആവാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാ സെറ്റിൽ നിന്നും കുറച്ച് എക്സാമ്പിൾ പഠിക്കാം. അപ്പോൾ നമുക്ക് ഈ സെറ്റിന് നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് ഒന്ന് കൊടുക്കാം. എ എന്ന് പറയുന്ന സെറ്റ് എങ്ങനെ തന്നിരിക്കുന്നു? എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 0, എക്സ് എലമെൻറ്റ് ഓഫ് ഇൻഡിജർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് ഇൻഡിജറിലെ എലമെൻ്റ് ആണ്. എക്സിൻ്റെ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് റോസ്റ്റർ ഫോം എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? എക്സിൻ്റെ കൂടെ 8 കൂട്ടിയാൽ 0 കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? -8 ആണ്. ഈ -8 ഇൻഡിജർ ആണോ? ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്ത് വിഭാഗത്തിൽ വരും? സിംഗിൾട്ടൺ സെറ്റായിരിക്കും. ഇതൊരു സിംഗിൾട്ടൺ സെറ്റായിരിക്കും. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാലോ? അടുത്ത കുറച്ച് വലിയൊരു എക്സാമ്പിളാണ്. ടി എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇതൊരു സിംഗിൾട്ടൺ സെറ്റാണോ, ജസ്റ്റിഫൈ ചെയ്യാന്ന്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ടി എന്ന് പറയുന്ന സെറ്റ് എങ്ങനെ വന്നിരിക്കുന്നു? എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് 5 മൈനസ് എക്സ് മൈനസ് 7 മൈനസ് 5. ടി എന്ന് പറയുന്ന സെറ്റ് തന്നിരിക്കുന്നത് എക്സ് എലമെൻറ്റ് പറയണം എക്സ് പ്ലസ് 5 ബൈ എക്സ് മൈനസ് 7 മൈനസ് എക്സ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? മൈനസ് എക്സ് അല്ല, -5 -5 ഈസ് ഈക്വൽ ടു എന്താണെന്ന് തന്നിരിക്കുന്നു? ഈസ് ഈക്വൽ ടു 4x - 40 ബൈ 13 മൈനസ് എക്സ് എന്ന് തന്നിരിക്കുന്നു. 4x - 40 ബൈ 13 മൈനസ് എക്സ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ അല്ലേ? 4x - 40 ബൈ 13 മൈനസ് എക്സ്. അപ്പോൾ ഇതിനകത്ത് എക്സിന് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് ഞാൻ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എക്സിൻ്റെ കൂടെ 5 കൂട്ടി ബൈ എക്സ് മൈനസ് 7 മൈനസ് 5 എന്ന് പറയുന്നത് 4x - 40 ബൈ 13 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിനെ ക്രോസ് ചെയ്യുവാണ്. എക്സ് പ്ലസ് 5 മൈനസ് 5x പ്ലസ് 35 അല്ലേ? -5 ഇൻറ്റു എക്സ് മൈനസ് 5x -5 ഇൻറ്റു -7 പ്ലസ് 35 ബൈ എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു 4x - 40 ബൈ 13 മൈനസ് എക്സ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ എക്സിൽ നിന്നും 5x പോകുമ്പം -4x 35 പ്ലസ് 5 പ്ലസ് 40 ബൈ എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു 4x - 40 ബൈ 13 മൈനസ് എക്സ്. സോ ഇവിടെ നമുക്കിനി എന്ത് ചെയ്യാം? ഇവിടെ ന്യൂമറേറ്ററിൽ 4 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇവിടെ 40 ആണ്, അതായത് 4 × 10 ആണ്. ഇവിടെയും ന്യൂമറേറ്ററിൽ 4 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇവിടെയും 40 ഉണ്ട്, അതായത് 4 × 10 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു എല്ലാത്തിൽ നിന്നും നമുക്ക് 4 എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ -x പ്ലസ് 10 ബൈ എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 10 ബൈ 13 മൈനസ് എക്സ് എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവയെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഫ്രാക്ഷനാണ്, അപ്പോൾ അത് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും ഇത് ഈക്വൽ ആയിരിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -x പ്ലസ് 10 ഇൻറ്റു 13 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 10 ഇൻറ്റു എക്സ് മൈനസ് 7 എന്ന് വരും. സോ എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി നമുക്കറിയാമല്ലോ. എങ്ങനെയാണ് ചെയ്യുന്നത്?
മൈനസ് എക്സിനെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മൈനസ് എക്സിനെ മൈനസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10നെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 10നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സോ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. മൈനസ് എക്സ് ഇൻറ്റു 13 മൈനസ് 13x, മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ്, മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ക്വയർ ആണ്. 10 ഇൻറ്റു 13 130, 10 ഇൻറ്റു മൈനസ് എക്സ് മൈനസ് 10x എന്ന് വരും അല്ലേ? ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഇതെന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 7 മൈനസ് 7x, മൈനസ് 10 ഇൻറ്റു എക്സ് മൈനസ് 10x, മൈനസ് 10 ഇൻറ്റു മൈനസ് 7 പ്ലസ് 70ക്ക് ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നോക്കുമ്പം ആരൊക്കെ ഈക്വലാണ്? എക്സ് സ്ക്വയറും ഈക്വലാണ്. അപ്പോൾ എക്സ് സ്ക്വയറും പോയി. പിന്നെ ആരെങ്കിലും സെയിം ടേംസ് ഉണ്ടോ? സെയിം ടേംസ് ആരും തന്നെ ഇല്ല. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്തിട്ട് എഴുതാം. എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എക്സ് വരുന്ന ടേംസ് എല്ലാം ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം, കോൺസ്റ്റൻറ്റുകളെല്ലാം ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലും കൊണ്ടുവരാം. സോ ഇതിനെ എങ്ങനെ എഴുതാം? മൈനസ് 13x മൈനസ് 10x, ഇവിടെ മൈനസ് 7x റൈറ്റിൽ കിടപ്പുണ്ട്, അത് ലെഫ്റ്റിൽ വരുമ്പോൾ പ്ലസ് 7x ആവും. മൈനസ് 10x റൈറ്റിൽ കിടപ്പുണ്ട്, അത് ലെഫ്റ്റിൽ വരുമ്പോൾ പ്ലസ് 10x ആവും. ഓക്കെ ആണോ? ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു 130 ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്നത്, റൈറ്റിൽ വരുമ്പോൾ മൈനസ് 130 ആവും. പിന്നെ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു 70 ഉണ്ട്, ആ 70 ഇവിടെ ആഡ് ചെയ്തു. എക്സ് സ്ക്വയർ തമ്മിൽ ക്യാൻസൽ ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പോൾ മൈനസ് 13 മൈനസ് 10 മൈനസ് 23 എന്ന് വരും. മൈനസ് 23 പ്ലസ് 7 പ്ലസ് 10 എന്നാണ് വരുന്നത്. അപ്പം 7 പ്ലസ് 10 എന്ന് പറയുന്നത് എന്താണ്? 17 ആണ്. 17x മൈനസ് 23x ഈസ് ഈക്വൽ ടു മൈനസ് 130 പ്ലസ് 70 ആണ്. അപ്പം മൈനസ് 130 എന്ന് 130 വലിയ സംഖ്യയും 70 ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 130 മൈനസ് 70 എടുക്കും. 0 7 6 അല്ലേ 13? അതെ, 7 6 13. അപ്പോൾ ഇവിടെ മൈനസ് 60 വരും. ഇവിടെ അതുപോലെ എങ്ങനെ ചെയ്യും? 23 നിന്നും 17 പോകണം. അപ്പോൾ നമുക്കറിയാം 17 6 ആണ് 23. ഇവിടെ എന്ത് വരും? മൈനസ് 6 വരും. സോ മൈനസ് 6 ഈസ് ഈക്വൽ ടു മൈനസ് 60 എന്ന് വരും. മൈനസ് ക്യാൻസൽ ചെയ്ത് എക്സ് ഈസ് ഈക്വൽ ടു 60/6 എന്ന് വരും. 60/6 എന്ന് പറയുന്നത് 10 ആണ്. എക്സിന് എന്തെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. അപ്പോൾ എക്സിന് ഒരു വാല്യൂ അല്ലേ ഉള്ളൂ? അതെ, അപ്പോൾ എക്സിന് ഒരു വാല്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സെറ്റ് എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് ഈ സെറ്റായിരുന്നു. എക്സ് സെറ്റായിട്ട് ഇങ്ങനൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് ടി എന്ന് പറയുന്ന സെറ്റിൻ്റെ റോസ്റ്റർ ഫോം കണ്ടുപിടിച്ചു 10. അപ്പോൾ ഇതൊരു ഇതിനകത്ത് ഒരു എലമെൻ്റ് അല്ലേ ഉള്ളൂ? അതെ, അപ്പോൾ ഇതൊരു സിംഗിൾട്ടൺ സെറ്റാണ്. ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഞാനിത് ഓരോ സ്റ്റെപ്പുകളും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വളരെ പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു തന്നത്. ഇത്രയും സമയം എടുത്തൊന്നും ചെയ്യരുത്. പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ പ്രോബ്ലം ചെയ്യാനുള്ള സ്പീഡ് കൂട്ടേണ്ടതാണ്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലോട്ട് പോകാം. എക്സാമ്പിൾ നമ്പർ 6. ഫൈനൈറ്റ് സെറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫൈനൈറ്റ് സെറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ? ഫൈനൈറ്റ് സെറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. സെറ്റ് 1 2 3 4 ഇത് എഴുതേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. 1 2 3 4 എന്നീ 4 എലമെൻറ്റുകളാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ കാർഡിനാലിറ്റി 4 തന്നിട്ടുണ്ട് ഇവർ. കാർഡിനാലിറ്റി 4 മനസ്സിലായി. കൃത്യം 4 എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും പറ്റത്തുള്ളൂ, ഫൈനൈറ്റ് സെറ്റ് ആയാലേ പറ്റത്തുള്ളൂ. ഇനി നോക്കാം, ദ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു സെറ്റിൻ്റെ റോസ്റ്റർ സെറ്റ് ബിൽഡർ ഫോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെങ്കിൽ എക്സ് ആണ് അതിൻ്റെ എലമെൻറ്റുകൾ, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എക്സ് എലമെൻറ്റ് ഓഫ് ഏതെങ്കിലും നമ്പർ, റിയൽ നമ്പർ ആയാലും ഇൻറ്റിജർ ആയാലും ഒന്നും കുഴപ്പമില്ല, നമുക്ക് റിയൽ നമ്പറിന് കൊടുക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് സെറ്റാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ റോസ്റ്റർ ഫോമിലേക്ക് എത്തണം. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ തരുമ്പോൾ എല്ലാം എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഇക്വേഷൻ തരുമ്പോൾ സോൾവ് ചെയ്താലേ ഉത്തരം കിട്ടത്തുള്ളൂ. അതെ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 എന്നാണ്. എക്സ് സ്ക്വയർ 25 ആണെന്നുണ്ടെങ്കിൽ
എക്സ് എന്ന് പറയുന്നത് ±√25 ആണോ? അതെ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ±√25 ആണ് വരുന്നത്. കാരണം അങ്ങനെയാണ് എഴുതുന്നത്. -5ൻ്റെയും +5ൻ്റെയും സ്ക്വയർ എടുത്താൽ 25 കിട്ടും. അപ്പോൾ എക്സ് ഒന്നെങ്കിൽ -5 ആയിരിക്കാം, അല്ലെങ്കിൽ 5 ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സൊല്യൂഷൻ്റെ സെറ്റാണ് എ എന്ന് പറയുന്നത്. ശരിയല്ലേ? അതെ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ റോസ്റ്റർ ഫോം എങ്ങനെ എഴുതാം? -5 5 എന്ന് എഴുതാം. ഇതിനൊരു കാർഡിനാലിറ്റി ഉണ്ടോ? ഉണ്ട്. ഇതിൻ്റെ കാർഡിനാലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ സെറ്റിലെ എലമെൻസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 അല്ലേ? -5ഉം 5ഉം. ഇതിന് കൃത്യമായിട്ടൊരു കാർഡിനാലിറ്റി ഉണ്ട്. അപ്പോൾ ഇതെന്ത് സെറ്റാന്ന് പറയാം? ഇതൊരു ഫൈനൈറ്റ് സെറ്റാന്ന് പറയാം. ഫൈനൈറ്റ് സെറ്റാന്ന് പറഞ്ഞൂടെ? പറയാം. ഇതൊരു ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിളാണ്. അടുത്ത നോക്കിക്കേ. പിന്നെ കാർഡിനൽ നമ്പറിനെ പറ്റിയാണ് പറഞ്ഞത്. കാർഡിനൽ നമ്പറൊക്കെ നമുക്കറിയാം, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. നമുക്ക് ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ 4 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് വിച്ച് ആർ ഇൻഫൈനൈറ്റ്? അപ്പോൾ ഇതിലേതാണ് ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെറ്റ് ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ് ഇൻ എ പ്ലെയിൻ. ഇപ്പോൾ ഒരു പ്ലെയിനകത്ത് വരയ്ക്കാൻ പറ്റുന്ന കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ എണ്ണം. അപ്പോൾ അത് നമുക്ക് ഇച്ചിരി കാര്യമായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രിക് സർക്കിളിൻ്റെ കോൺസെപ്റ്റ് അറിയണം, പ്ലെയിൻ അറിയണം. ഇതെല്ലാം നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളതാണ്. അതിൻ്റെ ഒരു വേഗമായിട്ടുള്ളൊരു ഫോർമാറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ് ഓൺ എ പ്ലെയിൻ എന്നാണ് പറയുന്നത്. ഓൺ എ പ്ലെയിൻ. നമുക്കിവിടെ ഒരു വാക്കറിയണം, എന്താണ് കോൺസെൻട്രിക്? CONCENTRIC. കോൺസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സെൻറ്റർ വരുന്നത്. അപ്പം ഞാനിപ്പം ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അതിനൊരു സെൻറ്റർ വേണമല്ലോ. ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു സെൻറ്റർ ഉണ്ടായിരിക്കണം. ഇതൊരു സർക്കിളാണ്, ഇതിനൊരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? ആ സെൻറ്റർ എന്ന് പറയുന്നത് ഇതാണെന്ന് ഇരിക്കട്ടെ. O ആണ് ഇവിടുത്തെ ഈ സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ അടുത്തൊരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിൾ അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെക്കുന്നു. ഇതിൻ്റെയും സെൻറ്റർ എന്താണ്? O ആണ്. O സെൻറ്റർ ആക്കി നമ്മൾ 2 സർക്കിൾ വരച്ചു. ഇങ്ങനെ എത്ര സർക്കിൾ വരയ്ക്കാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെ എത്ര സർക്കിൾ വരയ്ക്കാൻ പറ്റും? എത്ര സർക്കിൾ വരയ്ക്കാൻ പറ്റുമായിരിക്കും? കുറേ വരയ്ക്കാം, ശരിയല്ലയോ? എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള റേഡിയസിൽ ഈ O എന്ന് പറയുന്ന പോയിൻ്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് എനിക്ക് എത്ര സർക്കിൾ വരയ്ക്കാൻ പറ്റും? ഇഷ്ടംപോലെ സർക്കിൾ വരയ്ക്കാം. ഇഷ്ടംപോലെ എന്ന് പറയുമ്പോൾ അതിനൊരു എണ്ണം ഉണ്ടോ? കൃത്യമായിട്ടുള്ളൊരു എണ്ണം ഉണ്ടോ? ഇല്ല, കൃത്യമായിട്ടുള്ളൊരു എണ്ണം ഇല്ലാത്തത് കൊണ്ട് ആ സെറ്റ് എന്ന് പറയുന്നത് എന്ത് സെറ്റായിരിക്കും? ഇൻഫൈനൈറ്റ് സെറ്റായിരിക്കും. മനസ്സിലായോ? കോൺസെൻട്രിക് സർക്കിൾസ് ഒരു പ്ലെയിനകത്ത് ഇഷ്ടം പോലെ വരയ്ക്കാൻ പറ്റും. ആ ഒരു പോയിൻ്റ് തന്നെ സെൻറ്റർ ആയിക്കൊണ്ട് വെച്ച് തന്നെ ഇഷ്ടം പോലെ വരയ്ക്കാൻ പറ്റും. അതിന് കൃത്യമായിട്ടുള്ളൊരു എണ്ണം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്ത് സെറ്റാണ്? ഇൻഫൈനൈറ്റ് സെറ്റാണ്. അടുത്ത എക്സാമ്പിൾ നോക്കിയാലോ. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈനുകൾ. ഇപ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാഫിൻ്റെ കോൺസെപ്റ്റ് അറിയണം, അതിൻ്റെ പാരൽ ലൈൻസ് അറിയണം. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതെല്ലാം നമുക്ക് വരുന്ന ചാപ്റ്ററുകളിൽ നിന്നുള്ള പല ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണ്. അപ്പം ആ വരുന്ന ഭാഗങ്ങൾ പഠിച്ചാൽ ഇത് ചെയ്യാൻ പറ്റത്തോളൊന്നൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ പാരലൽ ലൈൻസ്. എന്തിന് പാരലാണ്? എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻസിൻ്റെ സെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പം എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്രാഫ് വരച്ച് നോക്കാം. അപ്പോൾ ഗ്രാഫിന് കൃത്യമായിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്, അതറിയാമല്ലോ. ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഒരു ഗ്രാഫാണെന്ന് സങ്കല്പിക്കുക. ഈ ഗ്രാഫിൻ്റെ ഒറിജിനാണിത്. ഇതാണ് ഇതിൻ്റെ എക്സ് ആക്സിസ്. ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്നതാണ് എക്സ് ആക്സിസ്. വെർട്ടിക്കലായിട്ട് പോയേക്കുന്ന ഈ ആളുണ്ടല്ലോ, ഇയാളാണ് വൈ ആക്സിസ്.
എന്ത് ആക്സിസ്? വൈ ആക്സിസ്. ഇപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസിന് പാരലായിട്ട് സമാന്തരം, പാരൽ എന്ന് പറയുമ്പോൾ എങ്ങനെ പോകും ഈ ലൈനുകളൊക്കെ? ഈ ലൈനുകളൊക്കെ എങ്ങനെ പോകും? എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇതാ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ കളർ മാറ്റി കൊടുക്കുക. ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസിന് പാരലാണോ? ഏകദേശം പാരലല്ലേ? എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈനാണ് ഈ പോയേക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസിന് പാരലാണോ? ഇത് എക്സ് ആക്സിസിന് പാരല. ഇങ്ങനെ ഒരെണ്ണം വരച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിന് പാരലാണോ? എക്സ് ആക്സിസിന് പാരലാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സ് ആക്സിസ് ഉണ്ടല്ലോ, ഇത് പാരലായിട്ട് നമുക്ക് എത്ര ലൈൻ വരയ്ക്കാൻ പറ്റും? ഇൻഫൈനൈറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റും. ഇഷ്ടം പോലെ ലൈൻ വരയ്ക്കാൻ പറ്റും. കൃത്യമായിട്ടുള്ള ഒരെണ്ണം ഉണ്ടോ അതിന്? ഇല്ല. നമുക്ക് എത്ര വേണമെങ്കിലും വരയ്ക്കാം. കൃത്യമായ ഒരെണ്ണം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഈ സെറ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള എല്ലാ ലൈനുകളുടെയും സെറ്റ് എന്ന് പറയുന്നത് എന്ത് സെറ്റായിരിക്കും? ഇൻഫൈനൈറ്റ് സെറ്റായിരിക്കും. ഇൻഫൈനൈറ്റ് സെറ്റായിരിക്കും. മനസ്സിലായോ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. ദ സെറ്റ് ഓഫ് ഓൾ ആനിമൽസ് ലിവിങ് ഓൺ ദ എർത്ത്. എർത്തിലുള്ള ആനിമൽസിൻ്റെ സെറ്റ്. അപ്പോൾ അത് നമുക്ക് ഇച്ചിരി ആലോചിക്കാനുണ്ട്. എന്താണ് ആലോചിക്കേണ്ടത്? സെറ്റ് ഓഫ് ഓൾ ആനിമൽസ് ഓൺ എർത്ത്, ലിവിങ് ഓൺ എർത്ത്. ഭൂമിയിൽ അധിവസിക്കുന്ന എല്ലാ ആനിമൽസിൻ്റെയും, മൃഗങ്ങളുടെയും സെറ്റ്. അപ്പോൾ ഭൂമിയിൽ അധിവസിക്കുന്ന ആനിമൽസിനെ നമുക്ക് കൃത്യമായിട്ട് എണ്ണാൻ പറ്റുമോ? വേണമെന്ന് വെച്ചാൽ എണ്ണാം. കൃത്യമായി എണ്ണാൻ പറ്റും. ഓരോ ആൾക്കാരെയും പിടിച്ച് അയാളുടെ എണ്ണം എടുക്കുന്നത് എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും, ചെയ്യാം. അതിൻ്റെ എണ്ണം കൃത്യമായി എടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അതെന്ത് സെറ്റാണ്? അതൊരു ഫൈനൈറ്റ് സെറ്റാണ്. അതേസമയം ഇവിടെ നോക്കി, ഇവിടെ ഈ പാരൽ ലൈൻ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റുമോ? ഒരു റേഞ്ച് വരെ എണ്ണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര വരെ ഉണ്ടെന്ന് നമുക്ക് എങ്ങോട്ട് പോകണം? ഇൻഫിനിറ്റിയിലോട്ട് പോകണം. ഇൻഫൈനൈറ്റ് സെറ്റ് അങ്ങനെയാണ് വന്നത്. ഇവിടെ ഫൈനൈറ്റ് സെറ്റായത് എങ്ങനെയാണ്? എത്ര ആനിമൽസ് ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് എണ്ണാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എണ്ണാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ എണ്ണാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. മനസ്സിലായോ? അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാലോ? അത് നോക്കിയാൽ ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിങ് ത്രൂ ദ ഒറിജിൻ 0, 0. ഇത് നേരത്തെ പറഞ്ഞ പോലെയാണ്. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾസിൻ്റെ സെറ്റ്. സെറ്റ് ഓഫ് ഓൾ സർക്കിൾസ് പാസിങ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനിലൂടെ കടന്നു പോകുന്ന സർക്കിൾസിൻ്റെ സെറ്റ്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ഈ ഒരു ഗ്രാഫ് കണ്ടോ? ഈ ഒരു ഗ്രാഫിൻ്റെ ഈ ഒരു പോയിൻറ്റിനെയാണ് ഒറിജിൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ രണ്ട് ആക്സിസും, എക്സ് ആക്സിസും വൈ ആക്സിസും പോകുന്നത്. അതുകൊണ്ടാണ് ആ പോയിൻറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ പോയിൻറ്റിനെ എന്ത് പേരെന്ന് വിളിക്കുന്നത്? ആ പോയിൻറ്റിനെ ഗ്രാഫിൻ്റെ ഒറിജിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് വരച്ചു. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് എന്തൊക്കെയുണ്ട്? എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഈ പോയിൻ്റാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. എന്താണ് ഒറിജിൻ? ഒരു പോയിൻ്റ് ഉണ്ട്, 0, 0. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എല്ലാത്തിനും ഒരു ആർബിട്രറി പോയിൻ്റ് ഉണ്ട്. ഒരു 2D പ്ലെയിനിൽ, 2D എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിരുന്ന് ഞെട്ടരുത്. 2D, 3D, 4D എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. 2D പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പേപ്പറിൻ്റെ പ്രതലം ആലോചിച്ചാൽ മതി. നമ്മൾ കാണുന്ന പ്ലെയിന് 2D പ്ലെയിന്. അപ്പോൾ ആ 2D പ്ലെയിനിൽ ഏതൊരു പോയിൻറ്റിനെയും, ഏതൊരു ആളിനെയും നമുക്ക് എത്ര പോയിൻ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം? 2 ആർബിട്രറി പോയിൻ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഞാനിവിടെ നിന്നുണ്ടെങ്കിൽ ഒരു പോയിൻ്റ് വരച്ച് കഴിഞ്ഞാൽ അതിന് എക്സിൽ ഒരു ആൾ കാണും, വൈയിൽ ഒരാൾ കാണും. ചുമ്മാ പറയുകയെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു പോയിൻ്റ് കുത്തി, എനിക്ക് ഈ പോയിൻറ്റിൻ്റെ അഡ്രസ്സ് അറിയണം. ആ പോയിൻറ്റിൻ്റെ അഡ്രസ്സാണ് ഞാനിങ്ങനെ A,B എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ പോയിൻ്റ്, ഈ ഒറിജിൻ എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്നും എത്ര അകലത്തിലാണ്? A അകലത്തിലാണ്. ഈ പോയിൻ്റ് AB എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റ് ഇവിടുന്ന് ഒറിജിനിൽ നിന്ന് എത്ര അകലത്തിലാണെന്ന് പറയാം? B അകലത്തിലാണെന്ന് പറയാം.
അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അഡ്രസ്സ് പറയുന്നത്. ഈ പോയിൻ്റ് ഒരു ആർബിട്രറി പോയിൻ്റ് എ ബി എന്ന് പറയും. അതുപോലെ എ ബി എന്ന് പറയുന്നൊരു പോയിൻ്റ് എടുത്ത പോലെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ബേസ് ആയിട്ട് എടുക്കുന്നത് ഈ ഒറിജിനാണ്, ഇതിൻ്റെ ഫ്രെയിം ആയിട്ട് എടുക്കുന്ന ഈ ഒറിജിനാണ് 0 0. ഈ ഒറിജിൻ സെൻറ്റർ ആക്കിക്കൊണ്ട് ഇതല്ലേ ചോദ്യം, സെറ്റ് ഓഫ് ഓൾ സർക്കിൾസ് പാസിങ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നതാണ്, ഒറിജിൻ സെൻറ്റർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളുകൾ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന എത്ര സർക്കിൾ വരയ്ക്കാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന എത്ര സർക്കിൾ വരയ്ക്കാൻ പറ്റുമായിരിക്കും? ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന തരത്തിൽ എത്ര സർക്കിൾ വരയ്ക്കാൻ പറ്റുമായിരിക്കും? കുറേ സർക്കിൾ വരച്ചുകൂടായോ? ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ എത്ര സർക്കിൾ വരയ്ക്കാം? ഇഷ്ടം പോലെ സർക്കിൾ വരയ്ക്കാം. ഞാൻ ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു, ഇത് ഒറിജിനിലൂടെ പാസ് ചെയ്യുവാണ്, ശരിയാണോ? ഈ കർവ് എന്ന് പറയുന്ന ഒറിജിനിലൂടെ കയറി പോയേക്കുമല്ലയോ? ആണ്. ഞാൻ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു, ഇതിനെ എനിക്ക് എന്തോന്ന് പാസ് ചെയ്യാം? ഒറിജിനിലൂടെ പാസ് ചെയ്യാം. ഞാൻ വേറെ സർക്കിൾ വരച്ചു, ഇത് എനിക്ക് എങ്ങനെയൂടെ പോവാം? ഒറിജിനിലൂടെ പോവാം. ഞാൻ വേറെ സർക്കിൾ വരച്ചു, ഇത് ഇതിലേ കൂടെ പോവാം, ഇത് ഒറിജിനിലൂടെ പോവാം. അപ്പോൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന എത്ര സർക്കിൾ വരയ്ക്കാം? ഇൻഫൈനൈറ്റ് സർക്കിൾ വരയ്ക്കാം. എത്ര സർക്കിൾ വരയ്ക്കാം? ഇൻഫൈനൈറ്റ് സർക്കിൾ വരയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് എന്ത് സെറ്റാണ്? ഒരു ഇൻഫൈനൈറ്റ് സെറ്റിന് ഉദാഹരണമാണ്. മനസ്സിലായോ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാലോ? നമ്മൾ ഉത്തരങ്ങളെല്ലാം ശരിയാണെന്ന് നോക്കിയാലോ? ഇൻഫൈനൈറ്റ് സെറ്റാണ്, ഇൻഫൈനൈറ്റ് സെറ്റും ഫൈനൈറ്റ് ആണ്, ഇൻഫൈനൈറ്റ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾ 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ആൻഡ് വിച്ച് ആർ ഇൻഫൈനൈറ്റ്? എക്സ് എലമെൻറ്റ് ഓഫ് ആർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അവർ പറഞ്ഞിരിക്കുകയാണ്, ഒരു സെറ്റ് തന്നിരിക്കുകയാണ്. സെറ്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റ് അതെടുത്തു. എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ എന്ന് വെച്ചാൽ എക്സ് റിയൽ നമ്പറിൽ എലമെൻ്റ് ആണ്, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അങ്ങനെയല്ലേ? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അപ്പോൾ ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണോ ഫൈനൈറ്റ് സെറ്റാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതും നിങ്ങളിനി വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് വേണ്ടി, ഇതിപ്പോൾ പറയുന്നതിന് വേണ്ടി നമുക്ക് ആരെ വരയ്ക്കാം? നമ്പർ ലൈൻ വരയ്ക്കാം. ഈ നമ്പർ ലൈനകത്ത് എത്ര നമ്പറുകൾ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? ഇഷ്ടം പോലെ നമ്പറുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ശരിയാണോ? ശരിയാണ്. അതുകൊണ്ടല്ലേ ഇത് നമ്പർ ലൈൻ ആയത്? ആണ്. ഇങ്ങനെ 0 1 2 അങ്ങനെ എഴുതി പോകും. ലെഫ്റ്റ് സൈഡിലോട്ട് -1 0 -1 -2 അങ്ങനെ എഴുതി പോവാം. ദെൻ ഇവർ പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് ഇവിടെ റിയൽ നമ്പറിലെ ഒരു എലമെൻ്റാണ്. എക്സ് എന്ന് പറയുന്നത് 0യ്ക്കും 1നും ഇടയിലാണ്. 0യ്ക്കും 1നും ഇടയിലാണ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 0യ്ക്കും 1നും ഇടയിൽ എത്ര റിയൽ നമ്പർ കാണുമെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 0യ്ക്കും 1നും ഇടയിൽ. അപ്പോൾ ഇതാണ് 0, ഇതാണ് 1. ഇതിനിടയിൽ എത്ര റിയൽ നമ്പർ കാണുമായിരിക്കും? ഇഷ്ടം പോലെ റിയൽ നമ്പർ കാണും. കാരണം എന്താ? ഞാനിവിടെ റിയൽ നമ്പർ എടുക്കുകയാണ്. ഏറ്റവും അവസാനം 0 കഴിഞ്ഞ് 1ന് മുമ്പ് ഞാൻ റിയൽ നമ്പർ എടുത്തു 0.9. ശരിയാണോ? 0.9 എടുത്തു. അപ്പോൾ 0.9 കഴിഞ്ഞ് എൻ്റെ വിചാരം എന്താണ്? 0.9 കഴിഞ്ഞാൽ 1. ശരിയാ. ഈ 0.9 മുമ്പ് 0.8 ഉണ്ട്, അതിന് മുമ്പ് 0.7 ഉണ്ട്. അപ്പോൾ 0.9 കഴിഞ്ഞാൽ എന്തായാലും 1 വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ നമ്പർ വെച്ച് എണ്ണാം എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. 0.9 കഴിഞ്ഞാൽ 0.99 എഴുതാം. 0.99 കഴിഞ്ഞാൽ എനിക്ക് 0.999 എഴുതാം. അല്ലെങ്കിൽ എനിക്ക് 0.99 കഴിഞ്ഞാൽ 0.998 എഴുതാം. അങ്ങനെ എത്ര നമ്പർ എഴുതാം? ഇൻഫൈനൈറ്റ് നമ്പർ എനിക്ക് എഴുതാൻ പറ്റും. ഇഷ്ടം പോലെ നമ്പർ എഴുതാൻ പറ്റും. എത്ര നമ്പർ എഴുതിയാലും എനിക്ക് ഒന്നിനോട് അടുത്തോട്ട് വരാൻ പറ്റത്തില്ല. ഒന്നിനേക്കാൾ താഴെ. അതല്ലേ പറഞ്ഞിരിക്കുന്നത്? 0യ്ക്കും 1നും ഇടയിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടില്ല, ഇടയിൽ. അപ്പോൾ ഒന്നിനേക്കാൾ താഴെ എനിക്ക് എത്ര നമ്പർ എഴുതാൻ പറ്റും? ഇൻഫൈനൈറ്റ് നമ്പർ എഴുതാൻ പറ്റും. അതുപോലെ എനിക്ക് 0യ്ക്ക് മുമ്പായിട്ട് 0.1 എഴുതാം. ഇനി 0യ്ക്കും 0.1നും ഇടയിൽ എത്ര നമ്പർ എഴുതാം? ഇഷ്ടം പോലെ നമ്പർ എഴുതാം. 0.001 0.009 അങ്ങനെ എനിക്ക് ഇഷ്ടം പോലെ നമ്പർ എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ നമ്പറിന് കൃത്യമായിട്ടുള്ള എണ്ണം ഉണ്ടോ? ഒരു കാർഡിനാലിറ്റി ഉണ്ടോ?
അതിന് കൃത്യമായിട്ടുള്ളൊരു കാർഡിനൽ നമ്പർ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെന്ത് സെറ്റാണ്? ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് എലമെൻറ്റ് ഓഫ് ഇൻഡിജർ എക്സ് ലെസ് ദാൻ 5. അത് എളുപ്പമാണ്. എങ്കിൽ ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അത് എളുപ്പത്തിൽ പറയാൻ പറ്റും. എക്സ് 5നേക്കാൾ താഴെയാണ്. എക്സ് എന്താണ്? ഒരു ഇൻഡിജറാണ്. 5നേക്കാൾ താഴെയുള്ള ഇൻഡിജർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? 5നേക്കാൾ താഴെയുള്ള ഇൻഡിജർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നമ്പർ ലൈൻ തന്നെ നോക്കാം. നമുക്ക് ഈ നമ്പർ ലൈൻ തന്നെ എടുക്കാം. 0, 1, 2, 3, 4, 5, -1, -2, -3, എക്സെട്ര. ഇവിടെയും എക്സെട്ര. ദെൻ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് 5നേക്കാൾ താഴെയാണ്. 5നേക്കാൾ താഴെ നമ്മൾ 5 എടുക്കാൻ പറ്റുമോ? ഇല്ല. 5നേക്കാൾ താഴെ എന്ന് പറയുമ്പോൾ 5 എടുക്കാൻ പറ്റത്തില്ല. 4 വരും, 3 വരും, 2 വരും, പിന്നെ ഏതൊക്കെ വരും? 0 വരാം, പിന്നെന്ത് വരാം? 1 വരാം, പിന്നെന്ത് വരാം? -1 വരാം, -2 വരാം, -3 വരാം. അങ്ങനെ ഇത് പൊക്കോണ്ടിരിക്കും. അങ്ങനെ ഇത് പൊക്കോണ്ടിരിക്കും. ഒന്നുകൂടെ പറയാം. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ബിൽഡർ ഫോം പറയുന്നത് എക്സ് എന്ന് പറയുന്ന എയുടെ എലമെൻ്റാണ്. എക്സ് 5നേക്കാൾ താഴെയാണ്. എക്സ് ഒരു ഇൻഡിജറാണ്. 5നേക്കാൾ താഴെയുള്ള ഇൻഡിജർ എഴുതുമ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എത്ര വരെ എഴുതാം? ലെഫ്റ്റ് സൈഡിലോട്ട് ഇഷ്ടം പോലെ എഴുതാം. റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അതിനകത്ത് -3, -1, 0, 1, 2, 3, 4 വരെ വരും. ശരിയാണോ? ശരിയാണ്. ലെഫ്റ്റ് സൈഡിലോട്ട് എത്ര വേണേലും എഴുതാവേ. അതിൻ്റെ നമ്പർ നമുക്കറിയാവോ? നമ്പർ അറിയില്ല. കൃത്യമായിട്ടുള്ള എണ്ണം അറിയില്ല. അപ്പോൾ നമുക്ക് ആ സെറ്റിനെ എന്ത് പേരിൽ വിളിക്കാം? ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാം. ശരിയാണോ? അടുത്ത എക്സാമ്പിൾ നോക്കിയാലോ. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. അത് എഴുതേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. 100നേക്കാൾ വലിയ പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? 101 ഉണ്ട്, 102 ഉണ്ട്, 103 ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ എഴുതാം. എക്സെട്ര ആയിട്ട് എഴുതാം. ഇവർ ഉത്തരം കൊടുത്തേക്കെന്ന് നോക്കേ. അപ്പോൾ അതെന്താണ്? ഇൻഫൈനൈറ്റ് നമ്പേഴ്സാണ്. ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഇനി സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99. 99 താഴെയുള്ള പ്രൈം നമ്പറുകളുടെ എണ്ണം. 99 താഴെയുള്ള പ്രൈം നമ്പറുകളുടെ എണ്ണം നിങ്ങൾ നോക്കിക്കേ. 99 താഴെയുള്ള പ്രൈം നമ്പറുകൾ നമുക്കറിയാം. എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 99 പ്രൈം ആണോ? അല്ല. 99നെ എങ്ങനെയൊക്കെ എഴുതാം? 9 × 11 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഒരു പ്രൈം നമ്പറിനെ പ്രൈം നമ്പർ എന്ന് വിളിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നമ്പറിനെ പ്രൈം നമ്പർ എന്ന് വിളിക്കണമെങ്കിൽ ആ നമ്പർ കൊണ്ടോ, ഇപ്പോൾ 9 അല്ല 7 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. എങ്ങനെ പ്രൈം ആവുന്നു? 7നെ 7 കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 7ൻ്റെ ഫാക്ടേഴ്സ് എടുത്താൽ 7ഉം 1ഉം മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ 13 ഒരു പ്രൈം നമ്പറാണ്. കാരണം 13ൻ്റെ ഫാക്ടേഴ്സ് എടുത്താൽ 13ഉം 1ഉം മാത്രമേ കാണത്തുള്ളൂ. 19 ഒരു പ്രൈം നമ്പറാണ്. 19ൻ്റെ ഫാക്ടേഴ്സ് എടുത്താൽ 19ഉം 1ഉമേ കാണത്തുള്ളൂ. അപ്പോൾ സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പറയാം? 2 ആണ് സ്മോളസ്റ്റ് പ്രൈം നമ്പർ. 1 എന്ന് പറയുന്നത് നെയ്തർ കോമ്പോസിറ്റ് നോർ പ്രൈം ആണ്. കോമ്പോസിറ്റും അല്ല പ്രൈമും അല്ല. പ്രൈം അല്ലാത്തവയെല്ലാം കോമ്പോസിറ്റ് എന്ന് പറയാം. പക്ഷേ 1 എന്ന് പറയുന്നത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അപ്പോൾ 1ൽ തുടങ്ങാൻ പറ്റത്തില്ല. 2 എടുത്തു. അപ്പോൾ 2ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2ഉം 1ഉം ആണ്. അപ്പോൾ 2 എന്തായി? പ്രൈമായി. 3 എടുത്തു കഴിഞ്ഞാൽ 3ഉം 1ഉം വരും. 3ഉം പ്രൈമാണ്. അങ്ങനെ 2, 3, 5, 7, 11, 13, 19, 23 അങ്ങനെ എവിടം വരെ എഴുതാം? 97 വരെ നമുക്ക് എഴുതാൻ പറ്റും. 99 താഴെയാണെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സോ 97 വരെ പ്രൈമാണ്. 97 പ്രൈമാണോ? പ്രൈമാണ്. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, പ്രൈമാണ്. സോ 97 വരെ എഴുതാൻ പറ്റും. ഇതിന് കൃത്യമായിട്ടുള്ള എണ്ണം ഉണ്ടോ? കൃത്യമായിട്ടുള്ള എണ്ണമുണ്ട്. നമുക്ക് എണ്ണാൻ പറ്റും. ഇതിനൊരു കാർഡിനൽ നമ്പർ ഉണ്ട്. ഇത് ഫൈനൈറ്റ് സെറ്റാണ്. എന്ത് സെറ്റാണ്? ഫൈനൈറ്റ് സെറ്റാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്.
നമുക്കിനി ഇക്വലൻ്റ് സെറ്റിൻ്റെ എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് പതിയെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇക്വലൻ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? രണ്ട് സെറ്റുകളുടെ കാർഡിനൽ നമ്പറുകൾ അല്ലെങ്കിൽ രണ്ട് സെറ്റിൻ്റെ എലമെൻസിൻ്റെ എണ്ണം ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് ഇക്വലൻ്റ് സെറ്റ് ആവും. ഇവർ പറഞ്ഞിരിക്കുന്നത് സെറ്റ് ABCD, സെറ്റ് 1 2 3 4, ഇതിനകത്ത് 4 എലമെൻറ്റ്, ഇതിനകത്ത് 4 എലമെൻറ്റ്. ഓക്കെ. ഇനി ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏതൊക്കെയാണ് ഇക്വലൻ്റ് സെറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ സെറ്റ് പതിയെ ഇങ്ങോട്ട് എഴുതുക. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് 1 2 3 എന്ന് പറയുന്നൊരു സെറ്റ്. ബി എന്ന് പറയുന്ന സെറ്റ് തന്നിരിക്കുന്നു TPQRS. TPQR,S. സി എന്ന് പറയുന്നൊരു സെറ്റ് തന്നിരിക്കുന്നു. സി എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ആൽഫ ബീറ്റ ഗാമ. ഇതെല്ലാം ഗ്രീക്ക് ലെറ്റേഴ്സാണ്, ഗ്രീക്ക് ആൽഫബറ്റിലെ ലെറ്റേഴ്സാണ് ആൽഫ ബീറ്റ ഗാമ ഒക്കെ. അതൊക്കെ വീണ്ടും നമ്മൾ പഠിക്കും, നിങ്ങളിതൊന്നും കണ്ട് വരണ്ടു പോകരുത്. ABCD. ഡി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വൊവൽസ് ആണ്. AEIOU. 4 സെറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെറ്റുകളിൽ ഏതൊക്കെയാണ് ഇക്വലൻ്റ് സെറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഇക്വലൻ്റ് സെറ്റ് കണ്ടുപിടിക്കുന്നതിന് ഓരോ സെറ്റിൻ്റെയും കാർഡിനൽ നമ്പർ, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്ത് എഴുതണം. എയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ N of A. N of A എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1 2 3. ബിയിലെ എലമെൻറ്റ്സ് ആണ് N of B. N of B എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? TPQRS 5. അപ്പോൾ N of B എന്ന് പറയുന്നത് എന്ത് വരും? 5 വരും. സിയിലെ എലമെൻറ്റ്സ് ആൽഫ ബീറ്റ ഗാമ 3 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ N of C എന്ന് പറയുന്നത് 3 വരും. കാർഡിനാലിറ്റി ഓഫ് സെറ്റ് C. സോ കാർഡിനൽ നമ്പർ ഓഫ് സെറ്റ് D എന്ന് പറയുന്നത് N of D ആണ്. N of D എന്ന് പറയുന്നത് AEIOU. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 5 വോവൽസ് ആണ്, 5 ലെറ്റേഴ്സ് വോവൽസ് ആണ്. 5 വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്ത് നമുക്ക് പറയാൻ പറ്റും? A എന്ന് പറയുന്ന സെറ്റിലെയും C എന്ന് പറയുന്ന സെറ്റിലെയും കാർഡിനൽ നമ്പർ ഈക്വൽ ആണ്. സോ A and C ആർ ഇക്വലൻ്റ് സെറ്റ് എന്ന് പറയാം. ഇക്വലൻ്റ് സെറ്റ്സ് എന്ന് പറയാം. ശരിയാണോ? ശരിയാണ്. എയും സിയും ഈക്വലൻ്റ് ആണ്. ഇനി ബിയുടെ കാർഡിനൽ നമ്പർ 5 ആണ്, ഡിയുടെ കാർഡിനൽ നമ്പർ 5 ആണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത പോയിൻ്റ് എന്ത് പറയാം? ബി ആൻഡ് ഡി ആർ ഇക്വലൻ്റ് സെറ്റ്സ് എന്ന് പറയാം. ശരിയാണോ? ബിയും ഡിയും എന്താവും? ഇക്വലൻ്റ് സെറ്റ്സ് ആവും. സോ നിങ്ങൾക്ക് ഇക്വലൻ്റ് സെറ്റ് വലിയ പാടൊന്നുമില്ല കണ്ടുപിടിക്കാൻ. അത്രയല്ലേ ഉള്ള എക്സാമ്പിൾ ഇക്വലൻ്റ് സെറ്റിൻ്റെ. അതെ, ഈ തന്നിരിക്കുന്ന നോട്ടിൽ ഇത്രയുള്ള എക്സാമ്പിൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ കണ്ടു. നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ തുടർച്ചയാണിത്. നമ്മൾ +1 മാത്തമാറ്റിക്സ് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുത്ത് പഠിക്കുന്ന ചാപ്റ്റർ സെറ്റ്സ് ആണ്. സെറ്റ് എന്താണെന്നും സെറ്റ് എങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുകയാണെന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ടൈപ്പുകളിലേക്ക് വന്നു. ടൈപ്പുകളിലേക്ക് വരുമ്പോൾ എംപ്റ്റി സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്, ഇക്വലൻ്റ് സെറ്റ്, ഈക്വൽ സെറ്റ്, അൺഈക്വൽ സെറ്റ് എന്നിവ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടൈപ്പുകളാണ്. അതിൻ്റെ കുറേയധികം എക്സാമ്പിളുകൾ നമ്മൾ കണ്ടു. ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ കണ്ടു. അപ്പോൾ ഇതിലും നമ്മളിനി കൂടുതൽ അങ്ങോട്ട് പഠിക്കുന്ന എല്ലാ ചാപ്റ്ററിൽ നിന്നും നമുക്ക് സെറ്റുമായിട്ട് ബന്ധപ്പെടുത്തി കുറേ ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. സോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ബാക്കി കാണാം. ശരി, ഓക്കെ, താങ്ക് യു.